ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ് നമ്മൾ ഉംദത്തുൽ അഹ്കാമിൽ പഠിച്ചു മനസ്സിലാക്കുന്നത്. ഒരു മുസ്ലിമിന് അവൻ്റെ ജീവിതത്തിൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട നിസ്കാരത്തിൻ്റെയും അതുപോലെയുള്ള മറ്റ് ഇബാദത്തുകളുടെയും ഹദീസുകൾ ഉൾക്കൊള്ളുന്ന ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസുകൾ ഉൾക്കൊള്ളുന്ന കിതാബാണ് ഉംദത്തുൽ അഹ്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി മുസ്ലിം ഉമ്മത്ത് അവരുടെ ദീന് പഠിക്കാൻ, നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ പഠിക്കാൻ അവലംബിച്ചു പോന്നിട്ടുള്ള വളരെ മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഉംദത്തുൽ അഹ്കാം. കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ എന്നുള്ളത്. അത് നമുക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണ്. എന്താണോ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അതുപോലെ മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാകുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അള്ളാഹു തആല അതിനുവേണ്ടി നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹു നമ്മോട് കാണിച്ചിട്ടുള്ള വലിയ മിന്നത്താണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എന്ന് മനസ്സിലാക്കണം. അതിന് ശുക്റുണ്ടാകുക എന്നുള്ളത് ആ കേട്ട കാര്യങ്ങൾ അതേപടി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും സാധിക്കുന്ന പോലെ അത് ആളുകളിലേക്ക് പ്രചരിപ്പിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. അള്ളാഹു തആല നമ്മിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് അള്ളാഹു തആല ഇൽമിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ മഹത്വങ്ങളും നേടിയെടുക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള മജ്ലിസാക്കി തീർക്കുമാറാകട്ടെ. ബാബു സിഫത്തി സലാത്ത് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിന്റെ അധ്യായം എന്ന തലക്കെട്ടിൽ കൊടുത്ത ഹദീസുകൾക്ക് ശേഷം അദ്ദേഹം അടുത്ത അധ്യായമായി കൊടുത്തിട്ടുള്ളതും നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസ്അലകൾ തന്നെയാണ്, അഥവാ കിതാബ് സലാത്തിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. അടുത്ത തലക്കെട്ട് അദ്ദേഹം നൽകിയിട്ടുള്ളത് ബാബു വുജൂബി തുമുഅ്നീനതി ഫിർ റുകൂഇ വസ്സുജൂദ്. സുജൂദിലും റുകൂഇലും തുമുഅ്നീനത്ത് നിർബന്ധമാണ് എന്നറിയിക്കുന്ന അധ്യായം എന്നുള്ളതാണ്. എന്താണ് അത്തുമുഅ്നീന? ഇതൊരു അറബി പദമാണ്. അതിന്റെ മലയാള അർത്ഥം എന്ന് പറഞ്ഞാൽ സുക്കൂനുൽ അഅ്ള, അവയവങ്ങൾ അത് അടങ്ങി ഒതുങ്ങി നിൽക്കുക എന്നുള്ളതാണ്. ഒരു റുക്കിന് കഴിഞ്ഞ് അടുത്ത റുക്കിനിലേക്ക് പോയാൽ ശരീരാവയവങ്ങൾ അടങ്ങി ഒതുങ്ങി നിൽക്കുക, അടങ്ങിപ്പാർക്കുക എന്നതാണ് തുമുഅ്നീനത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അടക്കവും ഒതുക്കവും സ്വീകരിക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ ധൃതിപ്പെട്ട് ഒരു കാര്യത്തിൽ നിന്ന് മറ്റേ കാര്യത്തിലേക്ക് പോകുക എന്നുള്ളത് പാടില്ല. തുമുഅ്നീനത്ത് അത് നിസ്കാരത്തിൽ നിർബന്ധമായ കാര്യമാണ്, അല്ല അത് നിസ്കാരത്തിന്റെ റുക്ൻ എന്നറിയപ്പെടുന്ന കാര്യമാണ്. ഇവിടെ ഈ അധ്യായത്തിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ഒരൊറ്റ ഹദീസാണ്. പണ്ഡിതന്മാർക്കിടയിൽ അൽ ഹദീസു മുസീഇ സ്വല, നിസ്കാരം അത് തെറ്റിച്ച് നിസ്കരിച്ചവന്റെ നിസ്കാരം എന്നറിയപ്പെടുന്ന ഒരു ഹദീസാണത്. ഒരു വ്യക്തി നിസ്കരിക്കുകയും അങ്ങനെ അദ്ദേഹം അതിൽ ചില പാകപ്പിഴവുകൾ വരുത്തുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തി കൊടുക്കുകയും ചെയ്ത് 3 തവണ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ഹദീസിൽ ഉള്ളത്. അപ്പോൾ തുമുഅ്നീനത്താണ് ഈ ഹദീസിൽ പ്രധാനപ്പെട്ട വിഷയം. അത് റുക്കൂയിലും സുജൂദിലും എന്ന് അദ്ദേഹം തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിലും നിസ്കാരത്തിൽ ഉടനീളം തുമുഅ്നീനത്ത് വേണം എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ഏകഭിപ്രായമുള്ള കാര്യമാണ്. അഥവാ അത്തുമുഅ്നീന എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ 14 റുക്നുകളിൽ ഒരു റുക്നാണ്. അത്തുമുഅ്നീനതു ഫി ജമീഇൽ അർക്കാൻ, മുഴുവൻ അർക്കാനുകളിലും തുമുഅ്നീനത്ത് ഉണ്ടാകണം എന്ന് വെച്ചാൽ ഓരോ റുക്കിനിലും എന്താണോ വാജിബായി ചൊല്ലാനുള്ളത്, നിർബന്ധമായി ചൊല്ലാനുള്ളത്, അത് ചൊല്ലാനുള്ള സമയം ആ റുക്കിനിൽ നമ്മൾ അടങ്ങി ഒതുങ്ങി കഴിയണം. ഉദാഹരണത്തിന് റുക്കൂയിലുള്ള തുമുഅ്നീനത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂയിൽ പോയാൽ ഏറ്റവും കുറഞ്ഞത് സുബ്ഹാന റബ്ബിയൽ അലീം എന്നുള്ള ഏറ്റവും ചെറിയ ദിക്ർ ഒരു തവണ പറയാൻ ഒരാൾക്ക് സമയം ഉണ്ടായിരിക്കണം. സുബ്ഹാന എന്ന് പറയുമ്പോൾ തന്നെ അയാൾ എഴുന്നേറ്റാൽ അയാളുടെ റുക്കൂ ശരിയായിട്ടില്ല, നിസ്കാരം ബാത്തിലായി പോകും. ഇനി അതുപോലെ
ഇഅ്തിദാലിലേക്ക് വന്നു, സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഇഅ്തിദാലിലേക്ക് ഒരാൾ വന്നാൽ ഏറ്റവും കുറഞ്ഞത് റബ്ബന വലക്കൽ ഹംദ്, അത് അവിടെ ചൊല്ലേണ്ട വാജിബായ ഭാഗമാണ്. റബ്ബന വലക്കൽ ഹംദ് എന്നുള്ള ഭാഗം ചൊല്ലുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ചൊല്ലാനുള്ള സമയമെങ്കിലും ഒരാൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ ഇഅ്തിദാലിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇനി ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിൽ പോയി, ഏറ്റവും കുറഞ്ഞത് സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്ന് ഒരു തവണ പറയാനുള്ള സമയമെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ സുബ്ഹാൻ എന്ന് പറയുമ്പോഴേക്ക് തന്നെ ഒരാൾ അതിൽ നിന്നും എഴുന്നേറ്റാലോ അയാളുടെ സുജൂദ് ശരിയാകാതെ പോരും. ഇനി അതിനിടയിലുള്ള ഇരുത്തത്തിൽ ഏറ്റവും കുറഞ്ഞത് റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി എന്ന മഗ്ഫിറത്തിന് ചോദിക്കുക എന്നുള്ളതാണ്. വേറെ ചില റിവായത്തിൽ റബ്ബി ഗഫിർലി വജ്ബുർനി വർസുഖ്നി പോലെയുള്ള റിവായത്ത് വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ അതിൽ ദുർബലത പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഏറ്റവും കുറഞ്ഞത് റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി എന്ന് പറയാനുള്ള സമയം ഇടയിലെ ഇരുത്തത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഇടയിലെ ഇരുത്തത്തിലുള്ള തുമഅ്നീനത്ത്. രണ്ടാമത്തെ സുജൂദിലും അങ്ങനെ തന്നെ. ഇനി നൃത്തത്തിലാണെങ്കിൽ അവിടെ ഫാത്തിഹ ചൊല്ലാനുള്ള സമയം ഒരാൾ ഉണ്ടാകണം, അത് സംശയമില്ല. അങ്ങനെ ഓരോ റുക്കിനും അതിനു വേണ്ട സമയം കൊടുക്കുക. ആ റുക്കിനിൽ എന്താണോ നിർബന്ധമായി ചൊല്ലേണ്ടത് അതിനു വേണ്ട സമയം കൊടുക്കുക എന്നുള്ളതാണ് തുമഅ്നീനത്ത്. ഇതൊരാൾ അയാളുടെ റുക്കിനിൽ പാലിക്കാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നിസ്കാരം ബാത്തിലായി പോകും. അതാണ് ഈ ഹദീസിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഹദീസ് വായിക്കാം. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖലൽ മസ്ജിദ ഫദഖല റജുലുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് പ്രവേശിച്ചു. ഫദഖല റജുലുൻ, അങ്ങനെ ഒരു വ്യക്തിയും അവിടെ പ്രവേശിച്ചു. സഹാബികൾ ഹദീസ് റിവായത്ത് ചെയ്യുക, അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അതിന് വേണ്ട കാര്യങ്ങൾ അവർ ആ ഹദീസിൽ ഉൾക്കൊള്ളിക്കും. ഇവിടെ അൽ മസ്ജിദ് എന്ന് പറയപ്പെട്ടാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മദീനയിലെ അൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മസ്ജിദുൻ നബവിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് എന്നറിയപ്പെടുന്ന നിസ്കാരത്തിന് 1000 കൂലി ശ്രേഷ്ഠത കിട്ടുന്ന മസ്ജിദുൻ നബവിയ. ഇപ്പൊ മസ്ജിദുൻ നബവിയിലാണ് സംഭവം എന്ന് മനസ്സിലാക്കാം. ഫദഖല റജുലുൻ, ഒരു വ്യക്തി അവിടെ പ്രവേശിച്ചു. ഇനി ഈ വ്യക്തിയെ കുറിച്ചിട്ടാണ്, ഈ വ്യക്തിയാണ് നിസ്കാരത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചത് എന്നൊക്കെ ഹദീസിൽ പറയുന്നുണ്ട്. ഒരു പക്ഷേ ആ വ്യക്തിയുടെ ആ ഒരു അഭിമാനം വിചാരിച്ചിട്ടാകാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പരാമർശിക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ ഹദീസിൽ എന്താണോ സംഭവിക്കുന്നത്, എന്താണോ അദ്ദേഹത്തിന് തെറ്റുപറ്റിയത്, അതേ നമുക്കും ആവശ്യമുള്ളൂ. ആ തെറ്റ് നമുക്ക് പറ്റരുത് എന്നുള്ളതേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് ആളുടെ പേര് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആരാണ് ആ റജുൽ എന്ന് പറഞ്ഞിട്ടില്ല. അത് ധാരാളം റിവായത്തിൽ അങ്ങനെ കാണാൻ സാധിക്കും. ജാ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹി ഔസിനി, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വസിയത്ത് തരണം. ആ വസിയത്താണ് നമുക്ക് ആവശ്യം, ഏത് വ്യക്തിയാണ് എന്നുള്ളതല്ല. കാരണം വസിയത്ത് എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് മാത്രമുള്ളതായിരിക്കുകയില്ല. ദീനിലെ ഏതൊരു വസിയത്തും അതൊരു വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്താലും അത് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ഉമ്മത്തിനുള്ളതാണ്. അങ്ങനെയാണ് അതിന്റെ ഹുക്കും. അതല്ലാതെ ഒരു വ്യക്തിക്ക് പ്രത്യേകമായിട്ട് അങ്ങനെ വസിയത്തില്ല. അതുകൊണ്ട് ഇവിടെ ഏതാണ് റജുൽ അത് നമ്മൾ അറിയേണ്ടതില്ല. ഏത് റജുലായാലും ഏതെങ്കിലും ഒരു സഹാബി ആയിരിക്കണം. അധികം പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന, നിസ്കാരത്തെക്കുറിച്ചൊക്കെ അധികം പഠിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി ആയിരിക്കണം. ഫസല്ല, അദ്ദേഹം അവിടെ വന്ന് നിസ്കരിച്ചു. ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയും സലാം പറയുകയും ചെയ്തു. ഫസല്ലമ അല നബി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലെങ്കിൽ അസ്സലാമു അലൈക യാ അയ്യുഹൻ നബി, ഏതെങ്കിലും രൂപത്തിലുള്ള വാക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറഞ്ഞു. ഫറദ്ദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞതിന് സലാം മടക്കുകയും ചെയ്തു. ഏത് രൂപത്തിലാണ് മടക്കിയത് എന്ന് ഇവിടെ കൊടുത്തിട്ടില്ല. അതിനോടൊപ്പം എന്ത് പറഞ്ഞു ഒന്നും കൊടുത്തിട്ടില്ല. സലാം മടക്കി എന്ന് ഇതിൽ കാണാം. വഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയുന്നത്, ഇർജി, നീ മടങ്ങി ചെല്ലുക. ഫസല്ലി, ഒന്നുകൂടി നിസ്കരിക്കുക, നീ നിസ്കരിക്കുക. ഫൈനക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുക. ഫറജഅ യുസല്ലി കമാ സല്ല, എങ്ങനെയാണോ ഒന്നാമത് നിസ്കരിച്ചത് അതുപോലെ അദ്ദേഹം വീണ്ടും പോയി നിസ്കരിച്ചു. സുമ്മജ, വീണ്ടും മടങ്ങി. ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീണ്ടും സലാം പറഞ്ഞു. സ്വാഭാവികമായും അവിടെ സലാം അടക്കിയിട്ടുണ്ടാകണം. ചില റിവായത്തുകളിൽ അത് ഓരോ തവണയും അങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ അത് കൊടുത്തിട്ടില്ല. കാരണം അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അറിയാം, സലാം പറഞ്ഞ് എന്തായാലും അത് മടക്കും, അത് വാജിബാണ്. അതുകൊണ്ടത് അദ്ദേഹം അതവിടെ പരാമർശിച്ചിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നഫ്സുൽ കലാം, അതേ വർത്താനം തന്നെ പറഞ്ഞു. ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങിപ്പോയി നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സലാസൻ, 3 തവണ ഇത് ആവർത്തിച്ചു എന്നാണ്. 3ാമതും ഇതുപോലെ അദ്ദേഹം പോയി നിസ്കരിച്ച് വീണ്ടും മടങ്ങിയപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെ പറഞ്ഞു. ഫഖാൽ, അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, താങ്കളെ സത്യം കൊണ്ട് നിയോഗിച്ചവനായ ഒരുവൻ തന്നെ സത്യം, അല്ലാഹുവാണ് സത്യം എന്ന് അർത്ഥം. മാ ഉഹ്സിനു ഗൈറഹു, എനിക്ക് ഇതിനേക്കാളും നന്നാക്കാൻ അറിയില്ല. മാ ഉഹ്സിനു ഗൈറഹു, എനിക്ക് ഇത്രയും നിസ്കാരത്തെക്കുറിച്ച് അറിയുകയുള്ളൂ. ഞാൻ എത്ര നിസ്കരിച്ചാലും ഇങ്ങനെ തന്നെ എനിക്കാവുള്ളൂ, എനിക്ക് അതിനപ്പുറത്തേക്ക് ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഫഅല്ലിംനി, അതുകൊണ്ട് താങ്കൾ എന്നെ പഠിപ്പിച്ചു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വ്യക്തി പറയുകയുണ്ടായി. അപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ സുപ്രധാനമായി ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്താണത്? ഫഖാൽ ഇദാ ഖുംത ഇല സ്വലാത്തി ഫകബ്ബിർ, നീ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഫകബ്ബിർ, നീ ആദ്യം തക്ബീർ പറയണം. അല്ലാഹു അക്ബർ, തക്ബീറത്തുൽ ഇഹ്റാമിനെ കുറിച്ചിട്ടാണ് നാം നേരത്തെ അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിൽ അത് റുക്നാണ്, നിസ്കാരത്തിന്റെ നിർബന്ധമായ കാര്യത്തിൽപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞു അല്ലാഹു അക്ബർ എന്ന വാക്ക് തന്നെ അവിടെ പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ അത് നിന്നുകൊണ്ടേ പറയാവൂ. ഒരാൾ റുക്കൂയിലേക്ക് പോകുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അത് തക്ബീറത്തുൽ ഇഹ്റാമായി പരിഗണിക്കുകയില്ല, അയാളുടെ നിസ്കാരം ശരിയാവുകയുമില്ല. മറിച്ച് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് അത് നിന്നുകൊണ്ട് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ആയിരിക്കണം. കഴിവുള്ളവൻ, കഴിവില്ലാത്ത ആളുകൾ അവർ സ്വാഭാവികമായും ഇരുന്നു കൊണ്ടാണ് പറയുക. അല്ലാഹു അക്ബർ എന്ന് ഒരു നിന്നുകൊണ്ട് പറയും. സുമ്മ ഖറഅ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ, പിന്നീട് ഖുർആനിൽ നിന്നും താങ്കൾക്ക് എളുപ്പമായ കാര്യം നീ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അതിന്റെ ഫവായിദിൽ അതിന്റെ വിശദീകരണങ്ങൾ വരും. സുമ്മ ർകഅ ഹത്താ തത്മഇന്ന റാകിഅൻ, പിന്നീട് നീ റുക്കൂ ചെയ്യണം. വെറുതെ റുക്കൂ ചെയ്യണമെന്ന് മാത്രമല്ല പറഞ്ഞത്, ഹത്താ തത്മഇന്ന റാകിഅൻ, നീ റുക്കൂയിൽ തുമഅനീനത്ത് പാലിക്കുന്നത് വരെ, അടങ്ങി ഒതുങ്ങി റുക്കൂയിൽ നിൽക്കുവോളം നീ റുക്കൂയിൽ നിൽക്കണം. പോയ ഉടനെ വരാൻ പാടില്ല. തുമഅനീനത്ത് അവിടെ ഉണ്ടാകണം. ഒരു പക്ഷേ ഈ വ്യക്തിക്ക് നിസ്കാരത്തിൽ വന്ന പാളിച്ച തുമഅനീനത്തിലായേക്കാം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഓരോ റുക്നിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുമഅനീനത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നുണ്ട്. ഇവിടെ റുക്കൂയിൽ ആദ്യം പറഞ്ഞു സുമ്മ റഫഅ, പിന്നീട് നീ റുക്കൂയിൽ നിന്നും ഉയരണം, ഇഅ്തിദാലിലേക്ക് വരണം. ഹത്താ തഅ്തദില ഖായിമൻ, നീ നേരെ ഇഅ്തിദാലിൽ നിൽക്കുവോളം, വന്ന ഉടനെ അങ്ങ് സുജൂദിൽ പോകാൻ പാടില്ല, നിൽക്കുവോളം നീ ഇഅ്തിദാലിൽ ഉണ്ടാകേണ്ടതുണ്ട്. സുമ്മസ്ജുദ്, ശേഷം നീ സുജൂദ് ചെയ്യണം. ഹത്താ തത്മഇന്ന സാജിദൻ, സുജൂദിലും അതുപോലെ തുമഅനീനത്ത് പാലിക്കുവോളം, അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന അത്രയും നീ സുജൂദിൽ ഉണ്ടായിരിക്കണം. സുമ്മ റഫഅ ഹത്താ തത്മഇന്ന ജാലിസൻ, പിന്നീട് ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് നീ തല ഉയർത്തി അവിടെ ജാലിസൻ ഇരിക്കണം. ഇത്മിഇനാനോടുകൂടി തുമഅനീനത്തോടുകൂടി നീ ഇരിക്കണം. വഫ്അൽ ദാലിക ഫീ സ്വലാതിക കുല്ലിഹാ, അത് നിന്റെ മുഴുവൻ നിസ്കാരത്തിലും അപ്രകാരം തന്നെ ചെയ്യണം. അത് അടുത്ത റക്അത്തിലാകട്ടെ ഇനി വരുന്ന നിസ്കാരങ്ങളിലാകട്ടെ ഇത് നീ വിട്ടുപോകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഈ ഹദീസിൽ ഇദ്ദേഹം ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് ധാരാളം ഫായിദകൾ പറയുന്നുണ്ട്. ആ ഫായിദകൾ നമുക്ക് വായിക്കാം. ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അഥവാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻതാബുൽ മസ്ജിദ കസീറൻ ബൽ അക്സറു ജുലൂസിഹി ഫീമാ യബ്ദു മിനസ് സുന്ന ഫിൽ മസ്ജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി മസ്ജിദിൽ ഇരിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏതോ ഒരു വക്തിന് വന്ന ഒരു വ്യക്തിയാണ്, അതല്ലാതെ ഫർദിന് വന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടല്ല, ജമാഅത്തിന് വന്ന വ്യക്തിയെ കുറിച്ചിട്ടല്ല, മറിച്ച് ഏതോ ഒരു വക്തിന് വന്ന് നിസ്കരിക്കാൻ നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്ഥിരമായി മസ്ജിദിൽ ഉണ്ടാകുന്ന ആളാണ്. മസ്ജിദിൽ ഉണ്ടാകുകയും അവിടെ ജനങ്ങൾക്ക് വേണ്ടി ഇൽമു പഠിപ്പിക്കുകയും ദീനിയായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് അദ്ദേഹം വളരെ മനോഹരമായ ഒരു ഉപദേശം നമുക്ക് നൽകുന്നുണ്ട്. ഇത് നമ്മുടെ ഹദീസുമായി നേർക്കുനേരെ ബന്ധമില്ല എങ്കിലും എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും വളരെയധികം ഉപകാരമുണ്ടാകുന്ന ഒരു ഉപദേശം ആയതിനാൽ ആദ്യം എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ആ ഉപദേശം കേൾപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, വയർജിഉ ഇലാ ബൈതിഹി ഫയകൂനു ഫീ മിഹ്നതി അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വീട്ടിൽ മസ്ജിദിൽ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും മസ്ജിദിലായിട്ട് വീട്ടിലത്തെ കാര്യം നോക്കാത്ത ഒരാളല്ല. വയർജിഉ ഇലാ ബൈതിഹി, അവിടുന്ന് വീട്ടിലേക്ക് പോകും. ഫയകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, തന്റെ
ഭാര്യയുടെ ജോലിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുചേരും. لأن الرسول صلى الله عليه وسلم متواضع. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിനയാന്വിതനായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് വലിയ ഞാനൊരു നബിയാണ്, അള്ളാഹു തെരഞ്ഞെടുത്ത റസൂലാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള പണികളിലൊന്നും ഏർപ്പെടുകയില്ല എന്ന ഷാഠ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ മദീനയുടെ ഭരണാധികാരിയാണ്, ഞാൻ വലിയ സേനാധിപതിയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിനയത്തിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. മറിച്ച് ഏറ്റവും വിനയമുള്ള വ്യക്തി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കാന യഹ്ലുബു ശാത ലിഅഹ്ലിഹി. അവിടുന്ന് ആട്ടിന്റെ പാല് സ്വന്തം കൈകൊണ്ട് കറന്നിട്ട് വീട്ടുകാർക്ക് കൊണ്ടുകൊടുക്കും. അതങ്ങനെ സാധാരണ വലിയ പണക്കാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആർഭാടത്തിൽ ജീവിക്കുന്ന ആളുകളോ ഒന്നും ചെയ്യാത്ത കാര്യമാണ്. സ്വന്തം പശുവിന്റെ അല്ലെങ്കിൽ ആടിന്റെ ഒക്കെ പോയി കറന്നെടുക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. വയഖ്സിഫു നഅലഹു. അവിടുത്തെ ചെരുപ്പ് കീറിയാൽ അവിടുന്ന് സ്വന്തമായിട്ട് അത് തുന്നുമായിരുന്നു. വയുറഖഉ സൗബഹു. അവിടുത്തെ വസ്ത്രം കീറിപ്പോയാൽ അത് സ്വന്തമായി അവിടുന്ന് തന്നെ അത് തുന്നുമായിരുന്നു. ഖിലാഫൻ ലനാ വലി അഹ്വാലിന. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ വളരെ സത്യമാണ്. ഖിലാഫൻ ലനാ, നമ്മളെ പോലെയല്ല. വലിയ അഹ്വാലിന, നമ്മുടെ അവസ്ഥയും ഇങ്ങനെയല്ല. നമ്മളൊക്കെ ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട്. നമ്മളിൽ പലരും ഇങ്ങനെ മാറിയിട്ടുണ്ട്. നമ്മൾ ആരും അധിക ആളുകളും ഇങ്ങനെ ഒന്നും ചെയ്യാത്ത ആളുകളാണ്. യകൂനു റജുലു മിന്നാ ബിന്നിസ്ബതി ലിഅഹ്ലിഹി കഅന്നഹു സുൽത്താനുൻ ഹൗലഹു ജുനൂദ്. നമ്മളിൽ ഒരാൾ നമ്മുടെ ഒരു വലിയ ഭരണാധികാരി, സേനാധിപതി, അവരുടെ കീഴിലുള്ള പ്രജകളോട് അല്ലെങ്കിൽ പട്ടാളക്കാരോട് പറയുന്നത് പോലെ ഓരോ കാര്യങ്ങളും ആജ്ഞാപിക്കുന്ന രീതിയാണ് നമ്മളിൽ പലർക്കുമുള്ളത്. ലാകിൻ മാ അഹ്സന അൻ തുശാരിക അഹ്ലക ഫിൽ ബൈത്ത്. എത്ര നല്ലതാണ് നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ കുടുംബത്തിനെ വീട്ടിൽ പോയി വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. എത്ര വലിയ മനോഹരമായ കാര്യമാണ്. വജരിബ് തജിദി സആദത വൽ ഹനാ. നിങ്ങൾ അതൊന്ന് പരീക്ഷിച്ചു നോക്കുക. നിങ്ങൾക്ക് അതുകൊണ്ടുള്ള സൗഭാഗ്യവും മനസ്സമാധാനവും ഒക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും. ഫമാ ളന്നുക ഇദാ വഖഫ്ത അൻത വസൗജുക ഇൻദ ത്വആമി വഹുവ യുത്ഹാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളും ഭാര്യയും ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഉള്ളത്. വകുല്ലു വാഹിദിൻ മിൻകും യജ്അലുൽ ഖുർസ വസതൽ ഖിദ്ർ. അതുപോലെ പാത്രങ്ങളൊക്കെ തയ്യാറാക്കാൻ ഓരോരുത്തരുമുണ്ട്. ഹാദാ മിൻ അഹ്സനി മാ യകൂൻ. അത് വളരെയധികം മനോഹരമായ കാര്യമാണ്. വൈദാ കുൻത തഗ്സിലു ബഅദൽ ഫനാജീലി വഹിയ തഗ്സിലു ബഅദൽ ഫനാജീൽ. നിങ്ങൾ ചില പാത്രങ്ങൾ കഴുകുമ്പോൾ ഭാര്യയും ചില പാത്രങ്ങൾ കഴുകുന്നുണ്ട്. കാൻ യകൂനു ലക ഫനാജീലുൽ ഖഹ്വ വഹിയ ലനാ ഫനാജീലു ഷായ. നീ ഖഹ്വയുടെ പാത്രമാണ്. അറബികൾ പൊതുവെ കാപ്പിയും ചായ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നീ കാപ്പിയുടെ പാത്രമാണ് കഴുകുന്നത് എങ്കിൽ ചായയുടെ പാത്രം ഭാര്യ കഴുകും. യജിദുൽ ഇൻസാനു റാഹതൻ വലദ്ദ. മനുഷ്യന് നല്ല ലദ്ദത്തും റാഹത്തും നല്ല സുഖകരമായ അനുഭൂതി ഇങ്ങനെ ജീവിക്കുന്നതിലൂടെ ഉണ്ടാകും. വജരിബ് തജിദ്. നിങ്ങളത് പരീക്ഷിച്ചു നോക്കുക, നിങ്ങൾക്കത് അനുഭവപ്പെടും എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്. അദ്ദേഹത്തിന് അത് അനുഭവം ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് വായിച്ചത് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരു ഉപകാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഫൽ മുതസവ്വിജു യുജരിബു മിനൽ ആൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കല്യാണം കഴിഞ്ഞ ആളുകൾ അത് ഇപ്പം തന്നെ അതിനുവേണ്ടി തയ്യാറായിക്കോളൂ. വല്ലദീ ലം യതസവ്വജ് യുഇദ്ദു നഫ്സഹു ലിദാലിക്. കല്യാണം ഇതുവരെ കഴിയാത്ത ആളുകൾ അതിനുവേണ്ടിയൊക്കെ തയ്യാറായിക്കോട്ടെ. അവരുടെ ആദ്യ ജീവിതം മുതൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ചിട്ട് ചെയ്യുമാറാകട്ടെ. ലിഅന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഹാദാ ഹദിയഹു യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദി അങ്ങനെയായിരുന്നു. കുടുംബത്തിനെ സഹായിക്കുന്ന വിഷയത്തിൽ അവിടുന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്വഭാവമായി അതിനാലാണ് അത് സാന്ദർഭികമായി ഉണർത്തിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹയുടെ ഈ കിതാബ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ദർസുകളാണ്. അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് എടുക്കുന്ന ദർസുകളാണ് പിന്നീട് കിതാബിന്റെ രൂപത്തിലാക്കി മാറ്റിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം കിതാബുകളും അങ്ങനെ തന്നെ. അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ടാകുന്ന ദർസുകളിൽ വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും കൊടുക്കുന്ന ഉപദേശങ്ങളായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മിക്ക കിതാബുകളും ഇങ്ങനെ നമുക്ക് കാണുന്നത്. അതല്ലാതെ ഒരു കിതാബ് എഴുതാൻ വേണ്ടി അദ്ദേഹം മാറിയിരുന്ന് എഴുതിയതല്ല. അതുകൊണ്ട് തന്നെ ധാരാളം ഉപദേശങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്റെ ദർസിലൂടെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് വലിയ ഫായിദയാണ്. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മസ്ജിദിൽ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ മസ്ജിദിന്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫായിദ ഹിർസു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉമ്മത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ അതീവ തൽപരനായിരുന്നു. ഹൈസു കാന യുറാഖിബു ദാഖില ഇലൽ മസ്ജിദി വയൻദുറു മാദാ യഫ്അൽ. അവിടുന്ന് മസ്ജിദിൽ വന്നിട്ട് ഓരോരുത്തരെയും കൃത്യമായി വീക്ഷിക്കും. അല്ല, അത് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ പുതുതായി ഒരാൾ മസ്ജിദിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ നിസ്കാരമൊക്കെ ഒന്ന് നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് അയാൾ ആരോടെങ്കിലും പോയി കുറ്റം പറയാനല്ല. മറിച്ച് ഈ വ്യക്തിക്ക് വല്ല നിസ്കാരത്തിലും കുഴപ്പമുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാം? അത് പറഞ്ഞു കൊടുക്കാം. പ്രത്യേകിച്ചും അയാൾ നിസ്കാരം ബാത്തിലാകി പോകുന്ന നിസ്കാരമൊക്കെ നിസ്കരിക്കുന്ന ആളുകളുണ്ടാകും. ഇതൊന്നും കേൾക്കാത്ത, ഈ ഹദീസുകളൊന്നും ഇപ്പോഴും കേൾക്കാത്ത
ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ടാകും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ ഹദീസുകളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അതൊരു നിസ്സാരമായ കാര്യമല്ല, അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്. അള്ളാഹു നമുക്കത് തൗഫീഖ് ലഭിച്ചത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ലക്ഷങ്ങൾ ഇന്ന് പല സ്ഥലത്തും അവരുടെ ജോലിയുടെയും കച്ചവടത്തിന്റെയൊക്കെ തിരക്കുകളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും ഈ ഹദീസ് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്നാൽ 1400 വർഷം മുമ്പ് പറഞ്ഞ ഹദീസ് അത് കേൾക്കാനുള്ള ഭാഗ്യം, അഥവാ ഹദീസിന്റെ മജ്ലിസുകൾ അതേതാകട്ടെ, ചെറിയൊരു ഹദീസ് വായിക്കുന്ന 3 മിനിറ്റ് ക്ലാസ് ആകട്ടെ, അതല്ലാത്തതാകട്ടെ, അത് നമ്മൾ നിസ്സാരമായി കാണരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ് കേൾക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് വേണം. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നീ ഇത് നിസ്കാരം ശരിയായിട്ടില്ല അല്ലെ. ചില സമയത്തൊക്കെ മാർക്കറ്റിലോ അല്ലെങ്കിൽ അതുപോലെ തിരക്കുള്ള ടൗണിലൊക്കെ പോയി അസർക്ക് നിസ്കരിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്ന് നോക്ക്. നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും ഓരോരുത്തരും ഇങ്ങനെ വന്ന് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നിസ്കരിക്കുന്നത് കാണാൻ പറ്റും. വുളു എടുക്കുന്നിടത്തൊക്കെ ഒന്ന് പോയി നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും മുട്ടിന്റെ അവിടെ ഒന്നും വെള്ളം എത്തിയിട്ടുണ്ടാവില്ല. കൈയൊക്കെ ഇത്രമാത്രം കയറ്റിയിട്ട് വെള്ളം ഇങ്ങനെയൊക്കെ കഴുകി ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ പോകുന്നുണ്ടാകും. ഇത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഉമ്മത്തിനുള്ള താല്പര്യം കൊണ്ടാണ്. അവർക്കൊരു തെറ്റ് പറ്റരുത്, അവരുടെ ഇബാദത്തുകൾ ഫസാദായി പോകരുത്, അവരറിയാതെ അവരുടെ ഇബാദത്തുകൾ ഫസാദായി പോകുന്ന കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ മസ്ജിദിൽ ഉണ്ടായാൽ നമുക്കത് ചെയ്യാവുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം മശ്റൂഇയ്യത്തു സ്വലാത്തി ഇൻദ ദുഖൂലിൽ മസ്ജിദ്. മസ്ജിദിലേക്ക് കയറിയാൽ നിസ്കരിക്കൽ ശർആക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ വ്യക്തി വന്നിട്ട് ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. അദ്ദേഹം തഹിയ്യത്താണ് നിസ്കരിച്ചിട്ടുണ്ടാവുക എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങനെ തഹിയ്യത്ത് നിസ്കരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി കണ്ടിട്ടുണ്ട്. അത് അവിടുന്ന് അംഗീകരിച്ചാൽ തന്നെ അത് തെളിവാണ് അല്ലെ. തഹിയ്യത്തിന് അതല്ലാതെ തന്നെ വേറെ ധാരാളം തെളിവുകളുണ്ട്. ഇദാ ജാ അഹദുകുമുൽ മസ്ജിദ ഫൽയുസല്ലി റകഅതൈൻ, നിങ്ങളിൽ ഒരാൾ മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ അവൻ 2 റക്അത്ത് നിസ്കരിച്ചു കൊള്ളട്ടെ എന്ന ഹദീസുണ്ട്. ഇനി ആ ഹദീസ് ഇല്ലെങ്കിൽ പോലും ഇതൊരു ഹദീസാണ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റാറുണ്ട്, അത് മതി. ഒരാൾ ഒരു കാര്യം പ്രവർത്തിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ അത് അംഗീകരിക്കപ്പെടുകയും ചെയ്താൽ അത് സുന്നത്താണ്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അത് സുന്ന മുഅക്കദയാണോ, വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്താണോ, അതല്ല വാജിബാണോ എന്നുള്ള ഖിലാഫുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അതുപോലെ ധാരാളം ഭൂരിഭാഗം പണ്ഡിതന്മാരും അത് സുന്ന മുഅക്കദ, വളരെയധികം ശ്രേഷ്ഠമായ സുന്നത്താണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ അത് വാജിബാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. എന്ത് തന്നെയായാലും ഈ നിസ്കാരം അതേത് വക്തിലും നമുക്ക് നിസ്കരിക്കാം. കാരണം അത് കാരണമുള്ള ഒരു നിസ്കാരമാണ്. അതുകൊണ്ട് മസ്ജിദിലേക്ക് ഏത് വക്തിലേക്ക് വന്നാലും ഒരാൾക്കത് നിസ്കരിക്കാവുന്നതാണ്. എന്നാൽ അവസാന സമയത്ത് മഗ്രിബിന് 3-2 മിനിറ്റൊക്കെ മുമ്പ് വന്നു കഴിഞ്ഞാൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ഏറ്റവും അഫ്ളലായിട്ടുള്ളത് അവൻ ആ സമയത്ത് നിസ്കരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അസറിന് ശേഷമുള്ള സമയത്തെ തന്നെ അത് 2ആയി ഭാഗിച്ചിട്ടുണ്ട്. വക്തു നഹിയാണ് അസറിന് ശേഷം. നിസ്കാരം നിരുപാധികമായിട്ടുള്ള കാരണമില്ലാത്ത നിസ്കാരം വിരോധിക്കപ്പെട്ടതാണ്. പക്ഷെ ആ സമയം എല്ലാം ഒരുപോലെയല്ല. മഗ്രിബിന്റെ തൊട്ടു മുമ്പുള്ള സമയം, സൂര്യൻ അതിന്റെ ചക്രവാളത്തിലേക്ക് അസ്തമിക്കാൻ പോകുന്ന സമയത്ത് ആ നിസ്കാരത്തിന്റെ ഹുർമത്ത്, ആ നിഷിദ്ധം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് 2-3 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ ഏറ്റവും നന്നായിട്ടുള്ളത് ബാങ്ക് കൊടുക്കുന്നത് വരെ അവൻ വാജിബാണെന്ന് കരുതുന്നവനാണെങ്കിൽ നിൽക്കുക തന്നെ വേണ്ടി വരും. അതല്ല എങ്കിൽ സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ് എങ്കിൽ അവൻ മസ്ജിദിൽ അവിടെ വന്ന് ഇരിക്കാം, അതിന് തെറ്റില്ല എന്നാണ്. അതുപോലെ ഇതിനൊരു വക്തുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഒരാൾ മസ്ജിദിൽ വന്ന് നേരെ വന്ന് ഇരുന്ന് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ജായിസ് അല്ല. അതിന്റെ സമയം പോയി. അതിനൊരു സമയമുണ്ട്. മസ്ജിദിലേക്ക് വരിക എന്നുള്ളതാണ് അതിന്റെ സമയം. അതുകൊണ്ട് മസ്ജിദിലേക്ക് വന്നാൽ മറ്റു കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിന് മുമ്പേ തന്നെ ആദ്യം ചെയ്യേണ്ട കാര്യം തഹിയ്യത്തുൽ മസ്ജിദാണ്. അതല്ലാതെ അവിടെ ഒന്ന് കസാലയിൽ ഇരുന്ന് കുറെ നേരം സംസാരിച്ചിട്ട് ഞാൻ തഹിയ്യത്ത് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെ പോയി നിസ്കരിച്ചാൽ ആ തഹിയ്യത്തുൽ മസ്ജിദിന്റെ കൂലി പോകും. അപ്പൊ അത് വേണമെങ്കിൽ ആദ്യം തന്നെ ചെയ്യുക. അത് ഒരു സ്ഥലത്ത് മാത്രമാണ് ഒഴിവുള്ളത്. ഒരാൾ തവാഫ് ഉദ്ദേശിച്ചുകൊണ്ട് മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി തവാഫാണ്. ഇനി അതല്ല, ഒരാൾ നിസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് മസ്ജിദിലേക്ക് വന്നതാണ്, അല്ലെങ്കിൽ തവാഫോ ഉംറയോ ഉദ്ദേശിക്കാതെ ഒരാൾ മസ്ജിദിലേക്ക് വന്നതാണ് എങ്കിൽ സാധാരണ മസ്ജിദിലേതുപോലെ തന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതല്ല എങ്കിൽ അവിടെ ഉംറക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ സുന്നത്ത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം പോയിട്ട് വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കലല്ല, മറിച്ച് തവാഫാണ് അവിടെ ആരംഭിക്കേണ്ടത്. കാരണം നമ്മൾ ഉദ്ദേശം ഉംറയാണ്. ഉംറയിലെ തവാഫാണ് നമ്മൾ ആദ്യം ആരംഭിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ശരി, ചുരുക്കി പറഞ്ഞാൽ ഈ 2 റക്അത്ത് തഹിയ്യത്തുൽ മസ്ജിദ് അത് സുന്നത്താണ് എന്ന ഫായിദ ഈ ഹദീസിലുണ്ട്. 4ാമത്തെ ഫായിദ മശ്റൂഇയ്യത്തു സലാമി അലൽ ജാലിസീൻ. ഇരിക്കുന്ന ആളുകൾക്ക് സലാം പറയാം എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ് എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മസ്ജിദിൽ ഇരിക്കുകയാണ്.
ഇദ്ദേഹം നടന്നുകൊണ്ട് വരികയാണ്. ഒരാൾ അങ്ങനെ ഇരുന്ന് കണ്ടാൽ അയാളോട് സലാം പറയാമെന്നുണ്ട്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഇവിടെ ഒരു മസ്അല പറയുന്നുണ്ട്. ഹൽ യുശ്റഉ സലാമു അലൽ ജാലിസീന അലാ ദിക്രിൻ കല്ലദീന യദ്റുസൂന മസലൻ വയുദരിസു ലഹുമുൽ മുഅല്ലിമു ലഹ. ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളൊക്കെ ദീന് പഠിക്കുന്നതിന് വേണ്ടി അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒന്നുകിൽ അവരൊരു മുദരിസ് പഠിപ്പിക്കുന്നുണ്ട്, അതല്ല എങ്കിൽ അവർ ഒറ്റയ്ക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ വായിച്ച് പഠിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് അവരോട് സലാം പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, യറാ ബഅദു അഹ്ലിൽ ഇൽം അന്ന മിസ്ല ഹൗലാഇ ലാ യുസല്ലമു അലൈഹിം. ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത്തരം സമയത്ത് അവരോട് പോയി സലാം പറയേണ്ടതില്ല. ലിമാ ഫീ ദാലിക മിനത് തശ്വീഷ്, കാരണം അവർക്കൊരു തശ്വീഷ് ഉണ്ടാക്കുകയാണ്. ഒരാൾ ഒരു കാര്യം സീരിയസ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളൊക്കെ അത് കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വരുന്ന സമയത്ത് അവരെ ആ ഒരു രൂപത്തിൽ കാണുകയാണ് എങ്കിൽ നിങ്ങൾ അവരോട് ആ സമയത്ത് സലാം പറയേണ്ടതില്ല. മറിച്ച് നിങ്ങൾ മാറി നിന്ന് അവരുടെ ആ കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ അപ്പോൾ സലാം പറയാമെന്നാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഇതുപോലെ 14ഓളം സ്ഥലങ്ങളിൽ സലാം പറയൽ സുന്നത്തില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതെല്ലാം പറയുന്നില്ല. അപ്പൊ മുഅദ്ദിനോട്, മുഅദ്ദിൻ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുക, ഒരാൾ വന്ന് മുഅദ്ദിനോട് സലാം പറയരുത്, കാരണം മുഅദ്ദിൻ ഒരു ഇബാദത്തിലാണ്. അതുപോലെ നിസ്കരിക്കുന്ന ഒരാൾ കണ്ടാൽ അയാളോട് വന്ന് സലാം പറയേണ്ടതില്ല. അങ്ങനെ ഇബാദത്തുകളിൽ അതുപോലെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അതിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ എല്ലാ ഉലമാക്കൾക്കും ഈ അഭിപ്രായമല്ല. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഒക്കെ പറഞ്ഞിട്ടുള്ളത് എല്ലാ സമയത്തും സലാം പറയാം എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും ഇവിടെ ഒരാൾ ഇങ്ങനെ ഒരു കൂട്ടത്തിൽ ഇരിക്കുകയാണ് എങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, സലാം പറയൽ സുന്നത്തില്ല. കാരണം സലാം പറയുക എന്നുള്ളത് നിർബന്ധമായ കാര്യമല്ല, വളരെ മുസ്തഹബായ കാര്യമാണ്. പക്ഷേ സലാം ഇങ്ങോട്ട് പറയപ്പെട്ടാൽ പിന്നീട് അത് മടക്കുക എന്നുള്ളത് അത് സുന്നത്തല്ല, അത് വാജിബായ കാര്യമാണ്, നിർബന്ധമായ കാര്യമാണ്. അതൊരു കൂട്ടത്തിനോടാണ് പറഞ്ഞത് എങ്കിൽ ആ കൂട്ടത്തിൽ എല്ലാവരും മടക്കേണ്ടതില്ല, മറിച്ച് ഒരാൾ മടക്കിയാൽ മതി. ഇപ്പൊ ഒരു അധ്യാപകനും കുറച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട്, ഒരാൾ വന്ന് സലാം പറഞ്ഞു, അധ്യാപകൻ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് അധ്യാപകൻ മടക്കിയാൽ അത് മതി, കുട്ടികൾ എല്ലാവരും മടക്കേണ്ടതില്ല. അല്ലെങ്കിൽ നമ്മൾ കുറച്ചഞ്ച് ആൾക്കാർ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് സലാം പറഞ്ഞാൽ എല്ലാവരും മടക്കൽ നിർബന്ധമില്ല, ഒരാൾ മടക്കിയാൽ മതി, ഫർളു കിഫായ, എല്ലാവർക്കും മടക്കാം. പക്ഷെ ഒരാൾ മടക്കലാണ് അവിടെ നിർബന്ധമാകുന്നത്. എന്നാൽ ഒരു വ്യക്തിയോട് വന്ന് പറഞ്ഞാൽ ആ വ്യക്തി തന്നെ സലാം മടക്കൽ നിർബന്ധമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലാണ് അദ്ദേഹം സലാം പറയുന്നത്. അസ്സലാമു അലൈക യാ അയ്യുഹൻ നബി. നമ്മളോട് ഒരാൾ സെയ്ദിനോട് ഒരാൾ അസ്സലാമു അലൈക യാ സെയ്ദ്, സെയ്ദെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സെയ്ദിന് നിർബന്ധമായി, സെയ്ദ് കൂട്ടത്തിലാണെങ്കിലും, കാരണം സെയ്ദിനെ തഈൻ ചെയ്തു, സെയ്ദിനെ പ്രത്യേകമായി അദ്ദേഹം തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഇനി അദ്ദേഹം അങ്ങനെയുള്ള കുറച്ച് സലാമുമായി ബന്ധപ്പെട്ട മസലകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് രണ്ടാളുകൾ ഇരിക്കുമ്പോൾ അതിലൊരാളെ വിളിച്ചിട്ട് മാത്രം സലാം പറയാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് സലാം പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് അവിടെ പ്രത്യേകിച്ച് ഫിത്തനകളൊന്നും ഭയപ്പെടുന്നില്ല എങ്കിൽ അങ്ങനെ സലാം പറയുക എന്നുള്ളതാണ്. ഇവിടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ പേര് വിളിച്ച് സലാം പറയുന്നതിൽ യാതൊരു ഫിത്തനയും ഇല്ല. കാരണം റസൂൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖാണ്. അവിടത്തേക്ക് മാത്രമായി ഒരാൾ സലാം പറഞ്ഞാൽ കൂടെ ഇരിക്കുന്ന ആർക്കും ഒരു വിഷമം ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ നമ്മളിപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വലിയൊരു പണ്ഡിതനാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം ആ പണ്ഡിതന്റെ പേര് പറഞ്ഞ് നമ്മളല്ലെങ്കിൽ പണ്ഡിതന് മാത്രമായി പോയി സലാം പറഞ്ഞാൽ പൊതുവെ കൂടെയുള്ള ആർക്കും പ്രയാസം ഉണ്ടാവില്ല. അല്ലെങ്കിൽ വലിയൊരു വയസ്സായ ഒരു വ്യക്തിയാണ് അവിടെ ഇരിക്കുന്നത്, അപ്പം വയസ്സായ വ്യക്തിയോട് മാത്രം പോയി സലാം പറഞ്ഞാൽ ബാക്കിയുള്ള ആർക്കും പൊതുവെ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ എല്ലാവരും ഏകദേശം ഒരുപോലെയുള്ള ആളുകൾ ഇരിക്കുമ്പോൾ അതിലൊരാളോട് മാത്രം പോയി സലാം പറയുക എന്നുള്ളത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് അതൊരു പക്ഷേ മറ്റേ ആൾക്കൊരു അദാവത്ത്, ഒരു ശത്രുത, പകയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. സലാം പറയുക എന്നുള്ളത് അത്തരത്തിലുള്ള പകയും ശത്രുതയും ഒക്കെ മുസ്ലിമീങ്ങളുടെ മനസ്സുകളിൽ നിന്ന് ഇല്ലാതാക്കി പരസ്പരം സ്നേഹം ഉണ്ടാക്കാനുള്ള കാരണത്തിൽപ്പെട്ടതാണ്, അല്ലെ? അതാണ് നമ്മൾ തെറ്റി നിൽക്കുന്ന ആളുകൾ പിന്നീട് കണ്ടാൽ സലാം പറയില്ല, കാരണം അവരുടെ മനസ്സിൽ ശത്രുതയാണ്. എന്നാൽ പരസ്പരം സലാം പറയുന്ന ആളുകൾക്കിടയിൽ എപ്പോഴും എന്തുണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഫ്ശുസ് സലാമ ബൈനക്കും. അങ്ങനെ സലാം പറഞ്ഞാൽ അത് പരസ്പരമുള്ള സ്നേഹങ്ങൾ വർദ്ധിക്കും. അപ്പൊ ആരോടെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ പ്രയാസം തോന്നിയാൽ സലാം പറയുക എന്നുള്ളത് കൂടുതൽ ഹൃദയങ്ങൾ തമ്മിൽ അടുക്കാനുള്ള കാരണത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫിത്തനകളില്ല എങ്കിൽ രണ്ടാളുകൾ ഉണ്ടാകുമ്പോൾ ഒരാളോട് പോയി സലാം പറയാം. അതല്ല എങ്കിൽ നമ്മൾ മൊത്തത്തിൽ ആരെയും പ്രത്യേകമാക്കാതെ അസ്സലാമു അലൈക്കും എന്ന് പറയലാണ് ഏറ്റവും നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി അദ്ദേഹം മറ്റൊരു ഫായിദ, ധാരാളം ഫായിദകൾ ഈ ഹദീസിൽ പറയുന്നുണ്ട്, 30 മുകളിൽ ഫായിദ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ടത് ഇൻഷാ അല്ലാഹ് പറയാം. മറ്റൊരു ഫായിദ അദ്ദേഹം പറയുന്നത് അന്നഹു യംബഗി ലിമൻ അറാദ സ്വലാത അൻ യകൂന ബഈദൻ അനിൽ മുതഹദ്ദിസീൻ. നിസ്കരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളിങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് നിസ്കരിക്കാൻ വരുമ്പോൾ അയാൾക്ക് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ആ സംസാരം കേൾക്കാത്തൊരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ പോയി നിസ്കരിക്കലാണ്. കാരണം അവിടെ നബിയും സഹാബത്തും അവിടെ സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ദൂരെയാണ് പോയിട്ട് നിസ്കരിച്ചത്. അതുകൊണ്ട് അങ്ങനെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇർജി,
മടങ്ങുക. ഫസല്ലി എന്നാണ് മടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അദ്ദേഹം ഇവിടെ അല്ല, എവിടെയൊക്കെയോ മടങ്ങാനാണ് പറയുന്നത്. പണ്ഡിതന്മാർ എത്ര കൃത്യമായിട്ടാണ് വാക്കുകളിൽ നിന്ന് ഫായിദകൾ മനസ്സിലാക്കിയെടുക്കുന്നത് എന്ന് നമ്മൾ അറിയണം. കാരണം ഇർജി എന്നുള്ള വാക്കിൽ നിന്നാണ് ഇബ്നു ഉസൈം റഹിമഹുല്ലാ പറഞ്ഞത് അദ്ദേഹം ആ സ്ഥലത്ത് നല്ല നിസ്കരിച്ചത്. കാരണം മടങ്ങണമെങ്കിൽ അതേ സ്ഥലത്ത് നിന്നാണ് ഒരാളോട് മടങ്ങണം എന്ന് പറയില്ല, മറിച്ച് നീ അങ്ങോട്ട് പോകണമെന്നാണ്, കുറച്ച് ദൂരത്തു നിന്നാണ് നിസ്കരിക്കേണ്ടത്. അപ്പം അങ്ങനെ സൗകര്യമുണ്ട് എങ്കിൽ, കാരണം അതാണ് നല്ലത്. കാരണം ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓതിക്കൊണ്ടിരിക്കുന്നിടത്ത് രണ്ടാമതൊരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ കുറച്ച് മാറിയിട്ട് അങ്ങോട്ട് നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കുന്ന വ്യക്തിക്കും അതാണ് നല്ലത്. ഒന്നാമത് ഇബാദത്തിൽ തുടരുന്ന അല്ലെങ്കിൽ അങ്ങനെ അവിടെ തുടരുന്ന ആളുകൾക്ക് അതൊരു പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യില്ല എന്ന കാര്യം. അടുത്ത ഫായിദ വുജൂബു ഇആദത്തിൽ ഇബാദ അലാ മൻ ഫഅലഹ അലാ വജ്ഹിൻ ലാ യുജ്സിഉ. ഒരു വ്യക്തി പ്രതിഫലം കിട്ടാത്ത രൂപത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ ആ ഇബാദത്ത് മാറ്റി ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഒരു വ്യക്തി പ്രതിഫലം കിട്ടാത്ത രൂപത്തിലുള്ള അഥവാ ബാത്തിലായി പോകുന്ന നിസ്കാരത്തിന്റെ ഷർത്ത് പാലിച്ചിട്ടില്ല അല്ലെങ്കിൽ റുക്കിന് പാലിച്ചിട്ടില്ല, ഇതൊക്കെയാണ് മറന്നുകൊണ്ട് ചെയ്താൽ പോലും നിസ്കാരം ബാത്തിലായി പോകുന്നത്. അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നിർബന്ധമായും മാറ്റി നിസ്കരിക്കണം. ഇത് ഒരുപാട് വിഷയങ്ങളിലേക്ക് വരുന്ന വിശാലമായ ബാബാണ്. ഇപ്പൊ ഒരാൾ ജനാബത്ത് കുളിക്കാൻ മറന്നുപോയി, മറിച്ച് വുളുവൊക്കെ എടുത്ത് ഫജർ നിസ്കരിച്ചു. അപ്പൊ ചില ആളുകൾ ചോദിക്കാൻ ഇനെന്താ ചെയ്യേണ്ടത്? നിർബന്ധമായി മടക്കണം. എന്താ സംശയം? കാരണം തഹാറത്ത് അയാൾ കൈവരിച്ചിട്ടില്ല. തഹാറത്ത് സുഗറയും കുബറയും ഇത് രണ്ടും അത്യാവശ്യമാണ്. ഇത് രണ്ടും ഉണ്ടായാലേ നിസ്കാരം ശരിയാവുകയുള്ളൂ. ഒരാൾ വുളു മറന്നാലും ഇങ്ങനെ തന്നെ ഒക്കെ അങ്ങനെ തന്നെയാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ റുക്കിനുകളൊക്കെ ഏതെങ്കിലുമൊക്കെ മറന്നിട്ട് ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നിസ്കാരം അത് മാറ്റി നിസ്കരിക്കേണ്ടതുണ്ട്. ഇവിടെ റുക്കിനായ തുമുഅ്നീനത്ത് അല്ലെങ്കിൽ മറ്റെന്തോ ഈ സഹാബി ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും നിസ്കരിച്ചത്. എന്നാൽ പണ്ഡിതന്മാർ അവിടെ ഒരു പ്രത്യേകം ഒരു കാര്യം പറഞ്ഞത് സൂക്ഷിക്കണം, മനസ്സിലാക്കണം. അതും ഒരു ഖായിദയാണ്, മനസ്സിന് സമാധാനം നൽകുന്ന ഒരു ഖായിദയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഇബാദത്ത് അത് ചെയ്യാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഇബാദത്ത് ഫസാദായിട്ടാണ്, അത് ശരിയാണെന്ന് വിചാരിച്ച് അത് നമ്മൾ ഫസാദായിട്ടാണ് ചെയ്തിട്ടുണ്ടാവുക. അത് മാറ്റി ചെയ്യാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ആവർത്തിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല, ഇത്രയും കാലം എങ്ങനെയാണോ നിസ്കരിച്ചത് എങ്കിൽ നിന്റെ എല്ലാ നിസ്കാരങ്ങളും നിസ്കരിച്ച് മാറ്റി നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ നിസ്കാരത്തിന്റെ സമയം അവിടെ ഉണ്ട്, ആ നിസ്കാരം മാത്രമേ മടക്കി നിസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോ ഇത് കേൾക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് അറിയില്ല, നമ്മൾ ക്ലാസ്സുകളിൽ കേട്ടു ഫാത്തിഹ അത് നിസ്കാരത്തിൽ റുക്കനാണ്, മനഃപൂർവ്വം ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പോഴാണ് ആൾക്ക് ഓർമ്മ വന്നത് ഞാൻ ഫാത്തിഹ ഒന്നും ചൊല്ലാറില്ല. അല്ലെങ്കിൽ സുജൂദ് നഷ്ടപ്പെട്ടാൽ അത് നിസ്കാരം ബാത്തിലായി പോകും, ഞാൻ ഒരു സുജൂദ് ചെയ്തിട്ട് ഉള്ള നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ വിചാരിച്ചു ഒരു സുജൂദെങ്കിലും മതി എന്നൊക്കെ ഒരാൾ ധരിച്ചുപോയി എന്ന് വിചാരിക്കുക. എങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ഈ നിലവിലുള്ള വക്ത് മാത്രമേ നമ്മൾ മാറ്റി നിസ്കരിക്കാൻ പറയേണ്ടതുള്ളൂ. അവന്റെ ജീവിതകാലം മുഴുവനുള്ള നിസ്കാരം മാറ്റി നിസ്കരിക്കാൻ പറയേണ്ടതില്ല. അങ്ങനെയുള്ള അബദ്ധം കൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അബദ്ധം കൊണ്ട് വർഷങ്ങളോളം എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതൊന്നും മാറ്റി നിസ്കരിക്കേണ്ടതില്ല. ഹംന റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, അവർ മുസ്തഹാദത്തായിട്ട് അഥവാ ആർത്തവത്തിന് പുറമെയുള്ള രക്തസ്രാവമായിട്ട് ധാരാളം കാലം അവർ ഒരു മാസത്തോളം, ചില പണ്ഡിതന്മാർ പറയുന്നു, അല്ലെങ്കിൽ അരമാസത്തോളം അവർ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. അവർ വിചാരിച്ചു രക്തം എങ്ങനെ വന്നു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ സ്ത്രീകൾ അങ്ങനെ ധരിച്ചിട്ട് നിസ്കരിച്ചിട്ടില്ല എന്ന് കരുതുക. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് അങ്ങനെ സ്ഥിരമായി രക്തസ്രാവമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണ ആർത്തവ കാലം എത്രയാണോ ഉണ്ടാവുക, 6-7 ദിവസം, അത് ആർത്തവമായി പരിഗണിച്ചിട്ട് ബാക്കി മാസത്തിലുള്ള 22 23 ദിവസം ഓരോ വക്തിനും വുളൂഎടുത്ത് ശുദ്ധിയായിട്ട് നിസ്കരിക്കുകയാണ് വേണ്ടത് എന്നൊരു സ്ത്രീ പിന്നീടാണ് മനസ്സിലാക്കിയത് എങ്കിൽ കഴിഞ്ഞുപോയ നിസ്കാരങ്ങളെല്ലാം ഖളാ വീട്ടേണ്ടതില്ല. ഹംന റളിയല്ലാഹു അൻഹയോട് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് നമുക്ക് ഒരു മനസ്സമാധാനം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അബദ്ധവശാൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മാറ്റി നിസ്കരിക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. മറ്റൊരു ഫായിദ ജവാസു നഫിൽ ഫിഅലി ഇദാ ലം യഖ അലാ വജ്ഹിൻ യുജ്സി. ഒരു ഫിഅൽ ശരിയായ രൂപത്തിൽ ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്തിട്ടില്ല എന്ന് പറയൽ അനുവദനീയമാണ് എന്നാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ട്, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇർജി ഫസ്വല്ലി ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ്. അവ നിസ്കരിച്ച വ്യക്തിയോട് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ നിസ്കാരം ശരിയായിട്ടില്ല എന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ രൂപത്തിൽ പറയുന്നത് തെറ്റില്ല, കാരണം അത് അയാൾ നിസ്കാരം ശരിയാകാത്തത് കൊണ്ടാണ്. ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ നിസ്കാരത്തിന് നിഷേധിച്ചത് എന്താണ്? നിസ്കാരത്തിന്റെ വുജൂദല്ല, നിസ്കാരം നടന്നിട്ടില്ല എന്നുള്ളതല്ല, മറിച്ച് നിസ്കാരത്തിന്റെ സിഹത്താണ്. നിഷേധിക്കുന്നത് 3 രൂപത്തിലായിരിക്കും. ഒന്നുകിൽ ഒരു കാര്യത്തിന്റെ വുജൂദിനെ നിഷേധിക്കും, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഉദാഹരണത്തിൽ ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഖാലിഖ് ഇല്ല എന്ന് പറഞ്ഞാൽ
അത് അങ്ങനെ ഒരു വുജൂദിനെ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു ഖാലിഖുമില്ല, അള്ളാഹു മാത്രമേ ഖാലിഖുള്ളൂ. അങ്ങനെ വുജൂദിനെ നിഷേധിക്കുന്ന നിഷേധം അറബിയിൽ ഉണ്ടാകും. ഇനി അതല്ല, അതിന്റെ കമാൽ, അതിന്റെ സിഹത്തിനെ നിഷേധിക്കുന്നതുണ്ടാകും. അടുത്ത ഹദീസ് അതാണ്, ലാ സലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്ത നിസ്കാരമില്ല. അതിന്റെ അർത്ഥം അവിടെ സിഹത്തില്ല എന്നാണ്. വുജൂദ് ഉണ്ടാകും, ഒരാൾക്ക് വേണമെങ്കിൽ ഫാത്തിഹ ഓതാതെ നിസ്കരിക്കാം, അങ്ങനെ ഒരു സംഭവിക്കാം, പക്ഷെ അത് സഹീഹാവുകയില്ല. എന്നാൽ അതുപോലെ തന്നെ സഹീഹാകും, പക്ഷെ അതിന്റെ കമാൽ പൂർത്തീകരണമാകുകയില്ല എന്ന് പറയുന്ന ഒരു നഫിയുമുണ്ട്. ലാ സലാത്ത ബിഹദ്റത്തി തആം, ഭക്ഷണം ഹാജരായിരിക്കെ നിങ്ങൾ നിസ്കരിക്കരുത്. അതിന്റെ അർത്ഥം ഒരാൾ ഭക്ഷണം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് വിശക്കുന്നുണ്ട്, ഭക്ഷണത്തിനോട് ആഗ്രഹവുമുണ്ട്, അത് കഴിക്കാൻ, അത് വിളമ്പിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല? പോയി നിസ്കരിക്കാൻ പാടില്ല. കാരണം ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ നിൽക്കും, അത് വേഗം കഴിച്ച് വിശപ്പടക്കിയിട്ട് പോയി നിസ്കരിച്ചാൽ മതി. ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ അർത്ഥം നിസ്കാരം വുജൂദില്ല എന്നല്ല, എന്തായാലും അല്ല, നിസ്കരിച്ചാൽ നിസ്കാരം ഉണ്ട് എന്ന് പറയാം. സിഹത്തില്ല എന്നാണോ? അല്ല, മറിച്ച് അതിന്റെ കമാൽ, നിസ്കാരത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം നഷ്ടപ്പെടും. കാരണം ഖുശൂയിൽ പലതും അവിടെ നഷ്ടപ്പെട്ടു പോകും എന്ന് കാണാം. അപ്പൊ ഈ 3 രൂപത്തിലുള്ള നഫികളുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന നഫിയു സിഹയ, അഥവാ സഹിഹായിട്ടില്ല, അതല്ലാതെ വുജൂദല്ല. കാരണം ആ വ്യക്തി അവിടെ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വുജൂദ് ഉണ്ടായാലും ആ സിഹത്തില്ല എങ്കിൽ, ശരിയായിട്ടില്ല എങ്കിൽ അയാളോട് അങ്ങനെ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അടുത്തത് ഒരു ഫായിദയായിട്ട് പറയുന്നത് തിക്റാറു സലാമി ഇൻദ വുജൂദി സബബിഹി, സബബുണ്ട് എങ്കിൽ സലാം ആവർത്തിക്കാം. അഥവാ ഇവിടെ ആ വ്യക്തി 3 തവണയും സലാം പറയുന്നുണ്ട്. ആദ്യം സലാം പറഞ്ഞു, നിസ്കരിച്ചു, പോയി വന്നു, സലാം പറയുന്നു, വീണ്ടും നിസ്കരിച്ചു, പോയി വന്നു, സലാം പറയുന്നു. അപ്പൊ അങ്ങനെ എന്താണ് സബബ്? സഹാബത്തിന്റെ സുന്നത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹാബത്ത് അവരിൽ 2 ആളുകൾ ഒരു മരത്തിന്റെ വിടവ്, ഒരു മരത്തിനെ മറിഞ്ഞ് അപ്പുറത്തേക്ക് വീണ്ടും കണ്ടുമുട്ടിയാൽ, ഒരുമിച്ച് നടന്നു പോവുകയായിരിക്കും, ഇടയിൽ ഒരു മരം വന്നു, 2 പേരും വേറെ പോയി വീണ്ടും ഒരുമിച്ച് വന്നാൽ അപ്പോൾ പോലും അവർ സലാം പറയുമായിരുന്നു. അതുപോലെ ഒരു ചുമരിന്റെ അപ്പുറത്ത് എത്തി ഇപ്പുറത്തേക്ക് തിരിച്ചു വന്നാൽ സലാം പറയുമായിരുന്നു എന്നുള്ളതാണ്. അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്, മശ്റൂ ആയ കാര്യമാണ്. അതിൽ നമ്മൾ ഒരു മടി വിചാരിക്കേണ്ടതില്ല. കാരണം സലാം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരുപാട് ഹൈറുകൾ ഉണ്ടാകാനുള്ള ദുആയാണ്. നിനക്ക് അല്ലാഹു തആല എല്ലാ രൂപത്തിലുള്ള ആഫിയത്ത് ഉണ്ടാകട്ടെ എന്നുള്ള ദുആയാണ് സലാമിലുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. കാരണം പല ആളുകൾക്കും അത് അറിയില്ല. ഈ സുന്നത്തൊന്നും സാധാരണക്കാരായ പലർക്കും അറിയില്ല. ഒരാൾ വീട്ടിൽ വന്ന് സലാം പറഞ്ഞ് വീണ്ടും വല്ല ഒളു കൊടുക്കാൻ പോയി വീണ്ടും വന്ന് സലാം, ഇയാൾ ഇതെന്താ ഇയാൾ ഇങ്ങനെ സലാം പറയുന്നു വിചാരിക്കും. കാരണം പലതും അറിയാത്തതുകൊണ്ടാണ്. അല്ലെ, നമ്മൾ വീട്ടിലേക്ക് വന്ന് സലാം പറഞ്ഞു, വീട്ടിൽ നിന്ന് ചായ കുടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി വീണ്ടും അയാളെ കാണുമ്പോൾ ഒന്നുകൂടി സലാം പറഞ്ഞാൽ എന്തായിരിക്കും? അതൊക്കെ വലിയൊരു അപരിത്വം, ഇതുവരെ കാണാത്ത ഒരു അവസ്ഥയായിട്ട് തോന്നും. പലർക്കും ഈ വിഷയങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ സഹാബത്ത് കാണാൻ സാധിക്കും, അവർ ഇടക്കിടക്ക് സലാം പറയുന്ന അവസ്ഥ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആ രൂപത്തിൽ പഠിപ്പിച്ചു എന്ന് കാണാൻ സാധിക്കും. മറ്റൊരു ഫായിദയായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹം ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അവസാന സത്യം പറയുമ്പോൾ. ഈ സഹാബി, വല്ലദി ബഅസക ബിൽ ഹഖ്, താങ്കളെ സത്യത്തിൽ നിയോഗിച്ച ഒരുവൻ സത്യം, അള്ളാഹുവാണ് സത്യം. അഥവാ താങ്കൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരിക്കും, കാരണം താങ്കളുടെ നിയോഗം അത് സത്യമാണ്. ഇവിടെ ഇബ്നു ഹുസൈം റഹിമഹുള്ള പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് നിസ്കാരത്തിന്റെ ചില കാര്യങ്ങൾ അറിയില്ല എങ്കിലും ഇദ്ദേഹത്തിന് വലിയ ഫിഖ്ഹ് ഉണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി പറഞ്ഞു തരാൻ പോകുന്നത് അത് ശരിയായിരിക്കും. കാരണം അദ്ദേഹം അല്ലാഹു തആല സത്യം കൊണ്ട് നിയോഗിക്കപ്പെട്ട നബിയാണ്. അതുകൊണ്ട് അദ്ദേഹം വല്ലാഹി എന്ന് പറയുന്നതിന് പകരം വളരെ സൂക്ഷ്മമായി വല്ലദി ബഅസക ബിൽ ഹഖ് എന്നുള്ള വാക്ക് വെച്ചിട്ടാണ് സത്യം പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ ചില സിഫത്തുകൾ ആ രൂപത്തിൽ വെച്ചിട്ട് നമ്മൾ സത്യം പറയും. റബ്ബുൽ കഅബ, കഅബയുടെ റബ്ബാണ് സത്യം എന്ന് സത്യം പറയാം. അതുപോലെ വല്ലദി ബഅസക ബിൽ ഹഖ്, ഹഖ് കൊണ്ട് താങ്കളെ നിയോഗിച്ചവനായ ഒരുവൻ സത്യം. കാരണം താങ്കൾ ഇനി ഈ പറയാൻ പോകുന്ന വഹി അത് ഹഖാണ്, അതുകൊണ്ട് ഇനി എന്നെ പഠിപ്പിച്ചാൽ ഞാൻ അതുപോലെ അനുസരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ഫായിദ അദ്ദേഹം പറയുന്നു, ജവാസുൽ ഖസമി ബിദൂൻ ഇസ്തിഖ്സാം, ഒരാൾ സത്യം ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെടാതെ തന്നെ സത്യം ചെയ്തു പറയാമെന്നാണ്. അപ്പൊ വല്ലാഹി എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിട്ടില്ല, നീ അള്ളാഹുവിനെ സത്യം ചെയ്ത് പറ എന്ന് പറഞ്ഞിട്ടില്ല, അല്ലാതെ തന്നെ പറയാമെന്നാണ്. അത് അങ്ങനെയുള്ള ആവശ്യമുണ്ട് എങ്കിൽ മാത്രമാണ്. അതല്ലാതെ ചില്ലറ കാര്യങ്ങൾക്ക് വെറുതെ വല്ലാഹി വല്ലാഹി എന്ന് പറയുന്നത് അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യത്തിൽപ്പെട്ടതല്ല. വഹ്ഫളു അയ്മാനക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സത്യങ്ങളെ, നിങ്ങൾ സത്യം ചെയ്യുന്ന യമീനുകളെ അത് നിങ്ങൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാ തുക്സിറ അൽ ഹലിഫ ബില്ലാഹ്, വല്ലാഹി വല്ലാഹി എന്ന് ഇടയ്ക്കിടെ പറയുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ആവശ്യമുള്ള സത്യം ചെയ്യേണ്ട ആവശ്യമുള്ള സമയത്ത് മാത്രമേ
സത്യം ചെയ്യാൻ പാടുള്ളൂ. അതല്ലാത്ത രൂപത്തിൽ സത്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യം ചെയ്ത് പറയാൻ ഖുർആനിൽ 3 തവണ പറഞ്ഞതായി കാണാൻ സാധിക്കും. മുശ്രിക്കുകളോടൊക്കെ ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വറബ്ബി, എന്റെ റബ്ബാണ് സത്യം എന്ന രൂപത്തിൽ 3ഓളം തവണ ഖുർആനിൽ കാണാൻ സാധിക്കും. അതൊക്കെ പ്രധാനപ്പെട്ട സന്ദർഭത്തിലാണ്. അതല്ലാത്ത സന്ദർഭത്തിൽ അങ്ങനെ പൊതുവെ സലാം പറയൽ, ഹലിഫ് പറയൽ അഥവാ സത്യം ചെയ്ത് പറയൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല എന്നുള്ളതാണ്. മറ്റൊരു ഫായിദ വുജൂബു തഅല്ലുമി അലാ മൻ ലൈസ ബിആലിമിൻ. ഒരാൾ ഒരു വിഷയത്തിൽ ആലിമല്ല എങ്കിൽ, ആ വിഷയത്തിൽ അറിവില്ലാത്തവനാണ് എങ്കിൽ അത് പഠിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വാജിബായ ഇബാദത്തുകളുടെ കാര്യത്തിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് പഠിക്കൽ നിർബന്ധമായിരുന്നു. കാരണം അത് വാജിബായ നിസ്കാരത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിന് വിവരമില്ലാതിരുന്നത്. അത് പഠിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്ക് നിർബന്ധമായി അല്ലാഹു തആല നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ നമ്മളത് ചോദിച്ച് പഠിക്കുക തന്നെ വേണം. കാരണം അതല്ല എങ്കിൽ നമ്മുടെ നിസ്കാരം അല്ലെങ്കിൽ നമ്മുടെ നോമ്പ് അല്ലെങ്കിൽ നമ്മുടെ സക്കാത്ത് അല്ലെങ്കിൽ ഹജ്ജ് ഇതൊക്കെ ബാത്തിലായി പോകും. അതുകൊണ്ട് അത് പഠിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എന്നുള്ള കാര്യം. അതുപോലെ മറ്റൊരു ഫായിദയായി പറഞ്ഞു, അതിനുവേണ്ടി ചോദിക്കുക എന്നുള്ളത് മദ്മൂമായ ആക്ഷേപിക്കപ്പെട്ട ഒരു ചോദ്യമല്ല. ചോദ്യങ്ങൾ 2 രൂപത്തിലുണ്ട്, പ്രോത്സാഹിപ്പിക്കപ്പെട്ടതും ആക്ഷേപിക്കപ്പെട്ടതും. പ്രോത്സാഹിപ്പിക്കപ്പെട്ടത് ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുക എന്നുള്ളതാണ്. ആക്ഷേപിക്കപ്പെട്ടത് അനാവശ്യമായി സഹാബത്ത് ഉപേക്ഷിച്ച രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക, ഇല്ലാത്ത സംശയങ്ങളൊക്കെ ചോദിക്കുക, അതെന്തിനു വേണ്ടിയിട്ടാണ് ഇതെന്തിനു വേണ്ടിയിട്ടാണ് ആക്കിയത് എന്നുള്ള ചോദ്യങ്ങൾ, അത് ആക്ഷേപിക്കപ്പെട്ടതാണ്. അതുപോലെ ദുന്യവിയായ കാര്യങ്ങൾ ചോദിക്കുക, പണം ചോദിക്കുക, അനാവശ്യമായി അതും ഇതും അർഹതയില്ലാത്ത ആളുകൾ മറ്റുള്ളവരിൽ നിന്ന് സമ്പത്ത് ചോദിക്കുക, ഇതൊക്കെ ആക്ഷേപിക്കപ്പെട്ട ചോദ്യങ്ങളാണ്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട അഥവാ ചില സമയത്ത് നിർബന്ധമാകും അങ്ങനെ ചോദിക്കുക എന്നുള്ളത്. കാരണം അത് ത്വലബുൽ ഇൽം ഫരീളയാണ്, ഫർളായ കാര്യമാണ് അല കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനും. അതുകൊണ്ട് അത് ചോദിക്കുക എന്നുള്ളത് ചില സമയത്ത് നിർബന്ധമായി തീരും. അടുത്ത ഫായിദ അദ്ദേഹം പറഞ്ഞത് അന്ന സലാത്ത യുഖാമു ലഹ, നിസ്കാരം അതിനുവേണ്ടി നിൽക്കണം. ഇദാ ഖുംത ഇല സലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ എന്ന് പറഞ്ഞിട്ടാണ് ഫകബ്ബിർ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിൽക്കുക എന്നുള്ളത് വാജിബായ കാര്യമാണ്. എന്നാൽ കഴിവുള്ള ആളുകൾ നിൽക്കാൻ പറ്റുന്ന സന്ദർഭമുണ്ട്. ഒന്ന് സുന്നത്തായിട്ടുള്ള നിസ്കാരം, അവിടെ കഴിവുള്ള ആളുകൾ ഇരിക്കാം. കഴിവുള്ള ആളുകൾക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ആ നിസ്കാരം സഹിഹാകും. പക്ഷേ നിന്ന് നിസ്കരിക്കുന്ന ആളുടെ പകുതി കൂലിയേ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഒരാൾ കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിലോ അയാൾ ഫർദിനും സുന്നത്തിനുമൊക്കെ ഇരുന്ന് നിസ്കരിച്ചാൽ അയാൾക്ക് ആ അജ്സിനുള്ള അശക്തതക്കുള്ള പ്രതിഫലം ലഭിക്കും. അയാൾ ആ പ്രയാസം കൊണ്ട് നിസ്കരിച്ചാൽ പൂർണ്ണമായ പ്രതിഫലം തന്നെ ലഭിക്കും. അതുപോലെ ഇമാം ഇരുന്നു കൊണ്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ മഅ്മൂമീങ്ങൾക്കും അപ്പോൾ ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം. അതുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ചകളുണ്ട്. അത് കഴിവുള്ള ആളുകൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ അനുവാദമുള്ള കാര്യത്തിൽപ്പെട്ടതാണ്. അദ്ദേഹം ധാരാളം ഫായിദകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ചിലതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് ഒഴിവാക്കുകയാണ്. കാരണം ഈ ഹദീസിൽ തക്ബീറത്തുൽ ഇഹ്റാം അത് നിർബന്ധമാണ് എന്നറിയിക്കുന്ന ഫായിദയുണ്ട്. അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാമിന് അല്ലാഹു അക്ബർ എന്ന വാക്ക് തന്നെ പറയണം. അതിനു പകരം അല്ലാഹു അക്ബർ എന്നുള്ളതിന് പകരം അല്ലാഹു അജൽ എന്നോ അല്ലാഹു അഅസ് എന്നോ അഥവാ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാക്കുകൾ തന്നെയാണ്. പക്ഷേ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ശരിയാവുകയില്ല. ഇങ്ങനെ ധാരാളം മസലകൾ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നീട് പറയുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞു, വുജൂബ് ഖിറാഅത്തി മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നും എളുപ്പമായ കാര്യം പാരായണം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഹദീസിൽ നിന്നും ഒരിക്കലും തന്നെ ഫാത്തിഹ പാരായണം ചെയ്യൽ വാജിബാണ് എന്ന് അർത്ഥമാക്കുന്നില്ല. കാരണം ഒരു ഹദീസിനെ മറ്റ് ഹദീസുകൾ കൊണ്ടാണ് നമ്മൾ വിശദീകരിക്കുക. ഇതിൽ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരാൾക്ക് ഖുർആനിൽ ഇന്ന ചെറിയ സൂറത്ത് മാത്രമേ അറിയൂ എന്ന് കരുതുക എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫാത്തിഹ ഓതേണ്ടതില്ല. ഉദാഹരണത്തിന് ഒരാൾ പുതുതായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു, അയാൾ ഏറ്റവും എളുപ്പമുള്ള സൂറത്ത് എന്നുള്ള നിലക്ക് ഖുൽ ഹുവല്ലാഹു അഹദോ മറ്റോ പഠിച്ചു എന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചു എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ഹദീസ് ബാധകമാണ്. അഥവാ ഇഖ്റ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ, ഖുർആനിൽ നിനക്ക് എന്താണ് എളുപ്പമാകുന്നത് അത് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അയാൾക്ക് ഫാത്തിഹ എളുപ്പമായിട്ടില്ല എങ്കിൽ ഫാത്തിഹ പാരായണം ചെയ്യേണ്ടതില്ല. എന്നാൽ ഒരാൾക്കൊന്നും അറിയില്ല എങ്കിൽ അയാൾക്ക് അവിടെ തക്ബീറുകളും തഹ്ലീലുകളും മതി. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അപ്പോൾ ജമാഅത്തായി വന്ന് കൈകെട്ടി നിന്നാൽ അയാൾക്ക് ആ സമയം അത്രയും അത് പാരായണം ചെയ്താൽ മതി, അത് പറഞ്ഞാൽ മതി. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ അറിയില്ല. എന്നാൽ ഫാത്തിഹ എളുപ്പമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ നിർബന്ധമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ
ബിഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹത്തുൽ കിതാബ് പാരായണം ചെയ്യാത്തവന് നിസ്കാരമില്ല. ആ ഹദീസ് വിശദീകരിക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇനി ശരി, അടുത്ത ഫായിദയായിട്ട് അദ്ദേഹം പറയുന്നത് വുജൂബു റുക്കൂഇ വത്തുമുഅ്നീനതി ഫീ, റുക്കൂഉം അതുപോലെ അവിടെ അടങ്ങി ഒതുങ്ങി കഴിയലും വാജിബാണ് എന്ന് അറിയിക്കുന്നു. കാരണം ഇർക എന്ന് കൽപ്പിച്ചു, അപ്പോൾ റുക്കൂ വാജിബാണെന്ന് കിട്ടി. ഹത്താ തത്മഇന്ന റാക്കിയൻ, എന്നാൽ ആ റുക്കൂ ചെയ്യുമ്പോൾ നീ അടങ്ങി ഒതുങ്ങി കഴിയുന്ന അത്രയും നിൽക്കണം എന്ന് പറഞ്ഞതിനാൽ അത് രണ്ടും നിർബന്ധമാണ്. റുക്കൂവും നിർബന്ധമാണ്, അവിടെ അടങ്ങി ഒതുങ്ങി കഴിയൽ ഏറ്റവും കുറഞ്ഞത് സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയാനുള്ള സമയം കഴിയൽ നിർബന്ധമാണ്. ഇനി ഒരാൾ ഒരു കൂനുള്ള വ്യക്തിയാണ് എന്ന് വിചാരിക്കുക, അയാൾ നേരത്തെ തന്നെ റുക്കൂവിൽ പോകുന്ന അവസ്ഥയിൽ അത്രയും കുനിഞ്ഞിട്ടാണ് ഉള്ളത് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നീട് ഒരു റുക്കൂവിലേക്ക് പോകേണ്ടതില്ല. അയാൾക്ക് നിൽക്കാൻ അങ്ങനെ കഴിയുകയുള്ളൂ എങ്കിൽ അയാൾ ആ രൂപത്തിൽ തന്നെ റുക്കൂവിൽ തന്നെ തിന്നാൽ മതി. ഇനി അതുപോലെ ഒരാൾക്ക് നടു വളക്കാൻ സാധിക്കുന്നില്ല എങ്കിലോ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആംഗ്യം കൊണ്ട് റുക്കൂവിലേക്ക് പോയാൽ മതി. ഒരാൾക്ക് നടു വളക്കാൻ തീരെ സാധിക്കുകയില്ല എങ്കിൽ അത് നിന്നുകൊണ്ടാകട്ടെ ഇരുന്നു കൊണ്ടാകട്ടെ അയാൾ റുക്കൂവിലേക്ക് ആംഗ്യം കാണിക്കുക എന്നതാണ് അയാൾ ചെയ്യേണ്ടത്. അല്ലാഹു തആല പറഞ്ഞതുപോലെ ഫത്തഖുല്ലാഹ മസ്തതഅതും, സാധിക്കുന്ന അത്ര അല്ലാഹു തആലയെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നീട് ആ റുക്കൂവിൽ നിന്നും ഉയരൽ നിർബന്ധമാണ് എന്നുണ്ട്. കാരണം സുമ്മ റുഫ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ആ ഉയരൽ അത് ഹത്താ തഅ്തദില ഖായിമൻ, അവിടെ ഇഅ്തിദാലിൽ കൃത്യമായിട്ട് തന്നെ നിൽക്കുന്ന രൂപത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതല്ലാതെ ഉയരുന്നതിന് മുമ്പ് തന്നെ, അഥവാ റുക്കൂവിൽ നിന്ന് തന്നെ നേരെ ഒരാൾ സുജൂദിലേക്ക് പോയാൽ അയാളുടെ നിസ്കാരം അതോടെ ബാത്തിലായി. എഴുന്നേൽക്കാതെ റുക്കൂവിൽ നിന്നും പിന്നീട് നേരെ സുജൂദിലേക്ക് പോയാൽ നിസ്കാരം ബാത്തിലായി പോകും. അതല്ല നേരെ എഴുന്നേൽക്കുന്നതിന് പകരം റുക്കൂവിലേക്കാണ് അയാൾ കൂടുതൽ വളഞ്ഞിട്ടുള്ളത്, അത്ര മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ എന്ന് കരുതുക, എന്നിട്ട് സുജൂദിൽ പോയാലും അയാളുടെ നിസ്കാരം ബാത്തിലായി പോകും. അതുപോലെ വുജൂബു സുജൂദി വത്തുമുഅ്നീനതി ഫീ, സുജൂദും അവിടെ അടങ്ങി ഒതുങ്ങി കഴിയലും വാജിബാണെന്ന് ഈ ഹദീസിലുണ്ട്. സുമ്മസ്ജുദ്, പിന്നീട് നീ സുജൂദ് ചെയ്യുക നിർബന്ധം അറിയിക്കുന്നു. ഹത്താ തത്മഇന്ന സാജിദൻ, അവിടെ കൃത്യമായി രൂപത്തിൽ സുജൂദ് ചെയ്യുന്നത് വരെ. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല നേരത്തെ പറഞ്ഞ ഹദീസിനെ അവിടെ വീണ്ടും കൊണ്ടുവരുന്നു. അഥവാ എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഉമിർതു അൻ അസ്ജുദ അലാ സബഅതി അഅ്ളും, 7 അവയവങ്ങളിലാണ് സുജൂദ് ചെയ്യേണ്ടത്. 7 അവയവങ്ങളിൽ എങ്ങനെ ചെയ്താലും ആ സുജൂദ് സഹിഹാകും. ഒരാൾ സുജൂദിലേക്ക് പോകുമ്പോൾ കൈയാണ് ആദ്യം വെച്ചത് എങ്കിലും, ഇനി മുട്ടാണ് ആദ്യം വെച്ചത് എങ്കിലും അയാൾ സുജൂദ് ചെയ്യുന്നതോടുകൂടി അയാളുടെ സുജൂദ് ശരിയാകും. പിന്നീട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് നേരത്തെ പറഞ്ഞതുപോലെ മുട്ട് ആണ് ആദ്യം വെക്കേണ്ടത് എന്നതിനുള്ള തെളിവുകൾ അദ്ദേഹം വീണ്ടും അതെടുത്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും വായിക്കുന്നില്ല. ഇനി അദ്ദേഹം അടുത്ത ഫായിദയായി കൊടുത്തത് അന്നമാ യജിബു ഫിർ റക്അത്തിൽ ഊല യജിബു ഫിർ റക്അത്തി സാനി, ഒന്നാമത്തെ റക്അത്തിൽ വാജിബായ കാര്യം എല്ലാം തന്നെ അത് രണ്ടാമത്തെ റക്അത്തിലും നിർബന്ധമാണ്. കാരണം വഫ്അൽ ദാലിക ഫീ സ്വലാത്തിക കുല്ലിഹാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ റക്അത്തിൽ വാജിബായ കാര്യം മാത്രമേ രണ്ടാമത്തെ റക്അത്തിൽ വാജിബുള്ളൂ. ഒന്നാമത്തെ റക്അത്തിൽ സുന്നത്തായ കാര്യം രണ്ടാമത്തെ റക്അത്തിൽ സുന്നത്തില്ല. ഇപ്പോ ഖിറാഅത്തുൽ ഫാത്തിഹക്ക് മുമ്പായിട്ട് ദുആഉൽ ഇസ്തിഫ്താഹ് ഉണ്ട്, അത് സുന്നത്താണ്, അത് രണ്ടാമത്തെ റക്അത്തിൽ ഇല്ല. ആ കാര്യങ്ങളുണ്ട്. ഫാത്തിഹക്ക് മുമ്പായിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പാരായണം ചെയ്യൽ അത് സുന്നത്താണ്, അത് രണ്ടാമത്തെ റക്അത്തിലുള്ള ഫാത്തിഹക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. എന്നാൽ തക്ബീറത്തുൽ ഇഹ്റാം അതുപോലെ എല്ലാ റക്അത്തിലുണ്ടോ? ഇല്ല. കാരണം തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമാണ്, അത് ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ, അത് വീണ്ടും ഇല്ല. അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം അത് ഒരു തവണ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അടുത്ത ഫായിദ അദ്ദേഹം പറയുന്നു അന്നൽ അസ്ല തസാവിൽ ഫർള വന്നഫൽ, അസ്ൽ ഫർദും നഫലും എല്ലാം ഒരുപോലെയാണ് എന്നുള്ളതാണ്. കാരണം ഫീ സലാത്തിക കുല്ലിഹ, ഇതേപോലെ നീ എല്ലാ നിസ്കാരത്തിൽ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് ഫർദിലും അങ്ങനെ തന്നെ സുന്നത്തിലും അങ്ങനെ തന്നെ. സുന്നത്തിൽ തുമുഅ്നീനത്തിനൊന്നും അളവില്ല, പെട്ടെന്ന് നിസ്കരിക്കാമെന്ന് വിചാരിക്കണ്ട. മറിച്ച് തുമുഅ്നീനത്ത് അത് സുന്നത്തിലും അത്യാവശ്യമാണ്. ഈ പറയുന്ന ഖദറുൽ വാജിബ്, ഒരു വാജിബായ ദിക്ർ പറയേണ്ട അത്രയും സമയം സുന്നത്തിലും നിർബന്ധമാണ്. അപ്പൊ അസ്ൽ സുന്നത്തിലും ഫർദിലും ഒക്കെ ഒരേപോലെയാണ്. എന്താണോ ഫർദിൽ സ്ഥിരപ്പെട്ടത് അത് സുന്നത്തിലുമുണ്ട്, എന്താണോ സുന്നത്തിൽ സ്ഥിരപ്പെട്ടത് അത് ഫർദിലുണ്ട് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷെ ചോദിച്ചേക്കാം, സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ദിക്ർ ഇല്ലല്ലോ, ഫർദിന് ശേഷം ദിക്റുണ്ട്. ഫർദിന് ശേഷം നമ്മൾ കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം പറയുന്നുണ്ട്, ശേഷമുള്ള ദിക്റുകൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ ഉണ്ട്, അത് സുന്നത്തിനില്ലല്ലോ എന്നുള്ളതാണ്. അതിന് മറുപടി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്, അവിടുന്ന് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം അങ്ങനെ ഒരു കാര്യം അവിടുന്ന് പറഞ്ഞിട്ടില്ല. എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചത് അത് ഉപേക്ഷിക്കുക എന്നുള്ളതും സുന്നത്താണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തർക്കുസുന്നത്തി സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചര്യ അത് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളത് അത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിക്ർ ചൊല്ലാൻ അവിടെ അറിയാനിട്ടല്ല, പക്ഷെ അങ്ങനെ ചൊല്ലിയിട്ടില്ല എങ്കിൽ അതിനർത്ഥം അങ്ങനെ ചൊല്ലേണ്ടതില്ല എന്നുള്ളതാണ്.
മറിച്ച് അതല്ലാത്ത ദിക്റുകൾ ചില സുന്നത്ത് നിസ്കാരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. വിത്തറിന് ശേഷം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ദുഹയ്ക്ക് ശേഷം ഇസ്തിഗ്ഫാർ തേടിയതായിട്ടൊക്കെ വന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സുന്നത്തിന് എന്തില്ല, ആ രൂപത്തിലുള്ള ദിക്റുകളില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അവസാനത്തെ ഫായിദ വുജൂബു തർത്തീബി ബൈനൽ അർക്കാൻ, അർക്കാനുകൾക്കിടയിൽ തർത്തീബ് ഉണ്ടാകുക അഥവാ ക്രമത്തിൽ ചെയ്യുക. റുക്കൂവിന് മുമ്പ് സുജൂദ് ചെയ്താൽ നിസ്കാരം ശരിയാവില്ല. മറിച്ച് റുക്കൂ കഴിഞ്ഞ് അതിന്റെ അതേ തർത്തീബിൽ പോയാൽ മാത്രമേ ആ റക്കായത്ത് ശരിയാവുകയുള്ളൂ. അങ്ങനെ ആ നിസ്കാരം മുഴുവനും ശരിയാവുകയുള്ളൂ. ഇത്രയും ഫായിദ അഥവാ ഏകദേശം 33ഓളം ഫായിദ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ഒരൊറ്റ ഹദീസിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളതിൽ പലതും വായിച്ചിട്ടുണ്ട്. ഈ അധ്യായത്തിൽ ഒരൊറ്റ ഹദീസ് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായം അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും തൗഫീക്ക് നൽകട്ടെ. അത് അനുസരിച്ച് അമൽ ചെയ്യാനും തൗഫീക്ക് നൽകട്ടെ. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.